അപ്പം 0 to 6, 6 to 12. അപ്പം 0 to 6 ഇതെന്ത് ചെയ്യും? അതിന്റെ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് എക്സിക്യൂട്ട് ആവും. പിന്നെ 6 to 12 അതിന്റെ അടുത്ത യൂണിറ്റും എക്സിക്യൂട്ട് ആവും. ദെൻ P3 എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to 12. കണ്ടോ, അതിന്റെ ടൈം പീരീഡ് എത്രയാണ്? 12. അപ്പൊ 12 യൂണിറ്റിൽ ഒരു വട്ടം 3 മില്ലി സെക്കൻഡ് ആണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഇനി അതിന്റെ ഗൺ ചാർട്ട് എങ്ങനെ വരും? 0 to 12 വരെ ഞാൻ ആദ്യമേ ഇങ്ങനെ മാർക്ക് ചെയ്തങ്ങ് വെച്ചു. 1, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. 0 to 12 വരെ. അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? P1. P1 4 മുന്നേ ഒരു വട്ടം എക്സിക്യൂട്ട് ആയി കഴിയണം. ഇവിടെ P1 വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ആരാ വരാൻ പോകുന്നത്? P2. P2ന്റെ എത്ര പേരെ എക്സിക്യൂട്ട് ആവേണ്ടത്? 2 പേര് എക്സിക്യൂട്ട് ആവും. അതായത് 0 to 3 വരെ P2 എക്സിക്യൂട്ട് ആയി. അത് കഴിയുമ്പോൾ ഇനി ആരാ എക്സിക്യൂട്ട് ആവുന്നത്? P3യുടെ 12-നുള്ളിൽ 3 പേര് എക്സിക്യൂട്ട് ആവണം. പക്ഷെ നമ്മൾ ഈ ഒറ്റയടിക്ക് 3 പേര് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിന് 4 ആകുമ്പോഴത്തേക്കിന് ആര് വരും? P1 വരും. P1ന്റെ അടുത്ത സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പം ഈ 4ാമത്തെ സെക്കൻഡിൽ P1 ക്യൂവിൽ വന്ന് നിൽക്കുക, P3 ക്യൂവിൽ വന്ന് നിൽക്കുക. P3യുടെ ഒരാളെ മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. ആരെ നമ്മൾ എടുക്കും? പക്ഷെ P1നെ എടുക്കും. കാരണം ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് P1-ന്. അപ്പൊ ഇവിടെ P3യുടെ ഒരു യൂണിറ്റ് മാത്രമേ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞുള്ളൂ. ഇയാൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു, ഇയാൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. P3യുടെ ഒരു യൂണിറ്റ് മാത്രം എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. ഇനിയും വീണ്ടും ആര് വന്നു? P1 വന്നു. ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ആയി. ഇവിടവും കഴിഞ്ഞു. അത് കഴിയുമ്പം പിന്നെ ആരാടാ ഉള്ളത്? ശരിക്കും അപ്പോഴത്തേക്കിന് 5th മില്ലി സെക്കൻഡ്, 5ാമത്തെ മില്ലി സെക്കൻഡിൽ നോക്കിക്കേ ആരൊക്കെ ഉണ്ട് ക്യൂവില്? P3 മാത്രമേ ഉള്ളൂ ക്യൂവില്. അല്ലാതെ P2ന്റെ സെക്കൻഡ് സെറ്റ് വരണമെന്നുണ്ടെങ്കിൽ 6 മില്ലി സെക്കൻഡ് കഴിയണം. 6th മില്ലി സെക്കൻഡിലെ P2ന്റെ സെക്കൻഡ് ആള് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ബേസ് P3 മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. അതുകൊണ്ട് P3യുടെ ഇവിടെ 1 മില്ലി സെക്കൻഡ് മാത്രമേ എക്സിക്യൂട്ട് ആവും. കാരണം 6th മില്ലി സെക്കൻഡിൽ ആരൂടെ വരും? P2 കൂടെ വരും. അന്നേരം P2 6 to 12-നകത്തിൽ P2ന്റെ 2 വട്ടം അതങ്ങ് എക്സിക്യൂട്ട് ആയി കഴിയും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ P2ന്റെ 2 മില്ലി. കാരണം വീണ്ടും 7ാമത്തെ മില്ലി സെക്കൻഡ് ആവുമ്പോൾ നോക്കിയപ്പോഴും വേറെ ആരുമില്ല. P3 P2 മാത്രമാണ് ഇനി എക്സിക്യൂട്ട് ആവാനുള്ളത്. P1ന്റെ അടുത്ത ആള് വരണമെങ്കിൽ എന്തോ ആവും? 8th മില്ലി സെക്കൻഡ് കഴിയുമ്പോഴേ P1ന്റെ അടുത്ത ആള് വരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് P1നെ എടുക്കാൻ പറ്റത്തില്ല. പിന്നുള്ളത് P2 P3. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് P2-ന്. അതുകൊണ്ട് നമ്മൾ P2നെ എടുത്തു വെച്ചു. P2 2 വട്ടം എക്സിക്യൂട്ട് ആയി. 8th മില്ലി സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? P1 വന്നു. അപ്പം ഇയാളുടെ ഈ ഒരു എക്സിക്യൂഷനും കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ P2ന്റെ ഫുൾ എക്സിക്യൂഷൻ കഴിഞ്ഞു, P3യുടെ ഇത്ര എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി P3 വീണ്ടും ഒരെണ്ണവും കൂടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. അപ്പൊ P3യുടെ 3 മില്ലി സെക്കൻഡിൽ 1 മില്ലി സെക്കൻഡും ഇപ്പുറത്ത് ഇവിടെ നമുക്ക് 8 to 12 1 മില്ലി സെക്കൻഡുമാണ് എക്സിക്യൂട്ട് ആവാനുള്ളത്. ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി? P1-നാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് വീണ്ടും നമ്മൾ P1-നെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആരെ? P3യുടെ ബാക്കിയുള്ള ഒരാളെയും കൂടെ എക്സിക്യൂട്ട് നമ്മൾ ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. മറ്റേത് സിമിലർ ടു മൊഡ്യൂൾ 3 ആയിരുന്നു. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇത്രയും വരച്ചാൽ മാത്രം മതി കേട്ടോ റേറ്റ് മോണോട്ടോണിക്കിന്. ഇനിയും ഇത് 0.5 വന്നേക്കുന്നതുകൊണ്ട് ഇച്ചിരി മെനക്കേടായിരിക്കും. ഇത് വെച്ച് പഠിച്ചാൽ മതി. ഇതൊന്നുകൂടെ മനസ്സിലായി, ഇതൊന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിയായിക്കോളൂ ഈ ഒരു റേറ്റ് മോണോട്ടോണിക്കിന്റെ. ഇനി നമുക്ക് പറയാനുള്ളത് ഡെഡ് ലൈൻ മോണോട്ടോണിക്ക. ഇത് സിമിലർ ടു ഇത് തന്നെ, ഇതുപോലെ തന്നെയാണ് ഏകദേശം ഇത് വരുന്നത്. പക്ഷെ നമ്മൾ എന്തിനെ വെച്ചിട്ടായിരിക്കും? ഇവിടെ ഡെഡ് ലൈൻ ഈക്വൽ ടു പീരീഡ് ആയിരുന്നു. പീരീഡ് ആൻഡ് ഡെഡ് ലൈൻ വാസ് സിമിലർ. ഇവിടെ വരുമ്പോഴത്തേക്കിന് ഡെഡ് ലൈൻ ആൻഡ് പീരീഡ് എന്താ? രണ്ടും 2 ആണ്. ഡെഡ് ലൈൻ നോട്ട് ഈക്വൽ ടു പീരീഡ് ആണ് ഇവിടെ വരുന്നത്. ഇതും പീരിയോഡിക് ഷെഡ്യൂളിംഗ് ആണ്. നമ്മൾ റിലേറ്റീവ് ഡെഡ് ലൈൻ അനുസരിച്ചാണ് എടുക്കുന്നത്. സ്മോളർ ദ ഡെഡ് ലൈൻ, ഹയർ ദ പ്രയോറിറ്റി. അപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ നമ്മൾ LCM എടുക്കണം. LCM എടുക്കുമ്പോൾ നമുക്ക് പീരീഡിന്റെ ആണ് LCM എടുക്കുന്നത്. ഈ പീരീഡിന്റെ ആണ് LCM എടുക്കുന്നത്. അത് നമുക്ക് 20 കിട്ടി. പിന്നെ നമുക്ക് ടാസ്കിന്റെ പ്രയോറിറ്റി ലീസ്റ്റ് ഡെഡ് ലൈൻ ഏതിന്? T2-ന്. T2-നെ ഫസ്റ്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് T3
ഡെഡ് ലൈൻ ഇതാ. പീരീഡ് അല്ല കേട്ടാടാ നോക്കണ്ടേ, മറ്റേതിനകത്തിലായിരുന്നു പീരീഡ് നോക്കണ്ടേ. ഡെഡ് ലൈൻ നോക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഡെഡ് ലൈൻ T2, ദെൻ T1 ആൻഡ് ദെൻ T3. അപ്പൊ T2, T1 ആൻഡ് T3 ആ ഒരു രീതിയിലായിരിക്കും ഓർഡർ പോകുന്നത്. ഇതും മറ്റേതുപോലെ തന്നെ ഡയഗ്രാം നമ്മൾ വരയ്ക്കും. ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും? നമ്മുടെ 0 to 20 ആണ് വരുന്നത്. T1 20 മില്ലി സെക്കൻഡിൽ എത്ര വട്ടം എക്സിക്യൂട്ട് ആവണം? കണ്ടോ, 20 മില്ലി സെക്കൻഡിൽ എത്ര വട്ടം അത് എക്സിക്യൂട്ട് ആവണം? 3 വട്ടം അത് എക്സിക്യൂട്ട് ആവണം. പിന്നെ T2 എന്ന് പറയുന്നത് 5 മില്ലി സെക്കൻഡിൽ 4 വട്ടം. അപ്പൊ 20 ആണ് ടോട്ടൽ. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 5, 10, 15, 20. 5 മില്ലി സെക്കൻഡിൽ 2 വട്ടം വെച്ച് അത് എത്ര വട്ടം ടോട്ടൽ എക്സിക്യൂട്ട് ആവണം? 20 മില്ലി സെക്കൻഡിൽ 4 വട്ടം എക്സിക്യൂട്ട് ആവണം. ഇത് 20 മില്ലി സെക്കൻഡിൽ ഒറ്റ വട്ടം മതിയായിരുന്നു, കാരണം 20 മില്ലി സെക്കൻഡിലാണ് ഇത് 3 വട്ടം എക്സിക്യൂട്ട് ആവുന്നത്. ലാസ്റ്റ് T3 10 മില്ലി സെക്കൻഡിൽ 2 വട്ടം എക്സിക്യൂട്ട് ആവും. അതായത് 0 to 10, 10 to 20 അത്രയും രീതിയിൽ 2 വട്ടം ആ ഒരു സാധനത്തിന് എക്സിക്യൂട്ട് ആക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ 0 to 20 വരെ വരയ്ക്കും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 വരെ നമ്മൾ വരച്ചു. അതിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? T2-ന്. അപ്പൊ നമ്മൾ T2-നെ 0 to 2 എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിയുമ്പോഴുള്ള നെക്സ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? T1-ന്. T1-ന് അയ്യോ എടാ, ഇത് T1-ന് ഡെഡ് ലൈൻ വെച്ചിട്ട്. ഓക്കെ, T1 എന്ന് പറയുമ്പോൾ 3 വട്ടം ഡെഡ് ലൈൻ വെച്ചിട്ട് വരുമ്പോൾ നെക്സ്റ്റ് T1 ആണ് എക്സിക്യൂട്ട് ആവേണ്ടത്. T1 എത്ര വട്ടം എക്സിക്യൂട്ട് ആവും? 3 വട്ടം എക്സിക്യൂട്ട് ആവും. T1 1, 2, 3 T1 എത്ര വട്ടം എക്സിക്യൂട്ട് ആയി? 3 വട്ടം എക്സിക്യൂട്ട് ആയി. അത് കഴിയുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് ആർക്കാ വരുന്നത്? T3 ആ വരുന്നത്. T3 വരുമ്പോഴത്തേക്കിന് എത്രയാവും? മറ്റേതുപോലെ തന്നെ നോക്കണം കേട്ടോ, ഓരോ മില്ലി സെക്കൻഡിൽ. ഇത് പ്രയോറിറ്റി, ഇത് ഒരെണ്ണം കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നത്? T3 വന്നു. T1 വന്നു, T2 കഴിഞ്ഞു, T1 കഴിഞ്ഞു, നെക്സ്റ്റ് വരുന്നത് T3. ഓക്കെ, T3 വരും. പക്ഷെ ഇപ്പൊ എപ്പോഴത്തേക്കിന് എത്ര? 5ാമത്തെ മില്ലി സെക്കൻഡ്. 5ാമത്തെ മില്ലി സെക്കൻഡ് ആവുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ടടാ ക്യൂവില്? T1 കഴിഞ്ഞു, T2 5ാമത്തെ മില്ലി സെക്കൻഡ് ആവുമ്പോൾ അടുത്ത സൈക്കിൾ തുടങ്ങും. T2 വന്ന് ക്യൂവിൽ നിൽക്കുക, T3 വന്ന് ക്യൂവിൽ നിൽക്കുക. ആരെയാ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്? T2-നെ. കാരണം കൂടുതൽ പ്രയോറിറ്റി കമ്പാരിറ്റീവ്ലി T2-നാണ്. അപ്പൊ വീണ്ടും നമ്മൾ ആരെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും? T3-നെ എടുക്കുവോ? ഇല്ല, നമ്മൾ T2-നെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ 7th മില്ലി സെക്കൻഡ് നമ്മൾ നോക്കും ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇയാൾ വരാനും താമസിക്കും, T1 വരാനും താമസിക്കും. കാരണം അതിന്റെ T1-ന്റെ നമ്മൾ ഓൾറെഡി 3 എണ്ണം എക്സിക്യൂട്ട് ആക്കി കഴിഞ്ഞു. അപ്പൊ T1-ന്റെ പണിയെല്ലാം കഴിഞ്ഞു, ഇതിന്റെ ഇയാളുടെ പണി കഴിഞ്ഞു. അപ്പൊ ഇനി ആരൊക്കെയാണ് ശരിക്കും ഉള്ളത്? ഇവരെ രണ്ടുപേരെയും കൂടെ, ഇതും കഴിഞ്ഞു, ഇവർ രണ്ടുപേരോടാണ് വരുന്നത്. പക്ഷെ T2-ന്റെ നെക്സ്റ്റ് സൈക്കിൾ എപ്പോഴേ വരത്തുള്ളൂ? 10-നെ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ 10 ആയോ? ഇല്ല, 7 ആയതേ ഉള്ളൂ. അതുകൊണ്ട് 7 തൊട്ട് പിന്നെ 2 സെറ്റ് കണ്ടോ, 7 തൊട്ട് 8, 9 2 വട്ടം ആരെ എക്സിക്യൂട്ട് ചെയ്തു? നമ്മൾ T3-നെ എക്സിക്യൂട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അപ്പം T3-യുടെ ഈ സെറ്റും കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് 9-ൽ ആരേലും വന്ന് നിപ്പുണ്ടോ? ഇല്ല, ഇയാൾ എല്ലാവരും എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. ഇവര് രണ്ടുപേരും എപ്പോഴേ വരത്തുള്ളൂ? 10 മില്ലി സെക്കൻഡിലേ വരത്തുള്ളൂ. അപ്പം നമ്മുടെ T2 T3 നമുക്ക് വേറെ കളറും കൊണ്ട് എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. T3-യുടെയും കഴിഞ്ഞു. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കിന് രണ്ടുപേരും ഒരേ സമയത്ത് വന്നു. അപ്പം 9 തൊട്ട് 10 വരെ എന്താടാ? ഐഡിൽ ടൈമാ. 9 തൊട്ട് 10 വരെ എന്താ? ഐഡിൽ ടൈം. ആരുമില്ല, CPU വെറുതെ ഇരിക്കുന്ന, റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, അത്രയും ടൈം. അത് കഴിഞ്ഞപ്പോൾ 10 എത്തിയപ്പം 2 പേര് വന്നു, T2 വന്നു, T3 വന്നു. ആർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി? T2. അതുകൊണ്ട് നമ്മൾ T2-ന്റെ 2 എണ്ണത്തിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. T2-ന്റെ 2 എണ്ണത്തിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് T3 വന്നു. അത് കഴിഞ്ഞിട്ട് T3-യുടെ പക്ഷെ ഒരെണ്ണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ T3-യുടെ എത്ര എണ്ണം എക്സിക്യൂട്ട് ആവും? 2 പേരെ എക്സിക്യൂട്ട് ആവും. T3-യുടെ 2 പേര് എക്സിക്യൂട്ട് ആയി. അപ്പോഴത്തേക്കിന് 12, 13, 14. അത് കഴിഞ്ഞിട്ട് ഇവിടെയും 14 കഴിഞ്ഞിട്ട് 14 വരെ കഴിഞ്ഞു. 14 സെക്കൻഡ് കഴിയുമ്പോൾ ഇയാളും എക്സിക്യൂട്ടായി. ഇനി ആര് മാത്രമേ ഉള്ളൂ? ഇയാൾ മാത്രമേ ഉള്ളൂ എക്സിക്യൂട്ട് ആവാൻ. പക്ഷെ അയാൾ എപ്പോഴേ വരത്തുള്ളൂ? 15ാമത്തെ മില്ലി സെക്കൻഡിലേ വരത്തുള്ളൂ. ഇവിടെ 14ാമത്തെ മില്ലി സെക്കൻഡ് ആയപ്പം തീർന്നു. അപ്പൊ 14 തൊട്ട് 15 വരെ എന്താണ്? ഐഡിൽ ടൈമാണ്. പിന്നെ 15 തൊട്ട് ആര് സ്റ്റാർട്ട് ചെയ്യും? 15 തൊട്ട് 2 പൊസിഷനിൽ
നമ്മുടെ T3 വരും. ഓക്കെ, T3 വരും. ഇത്രയുമാണ് നമ്മുടെ എന്ത് പ്രോബ്ലംസ് മൊഡ്യൂൾ 4-ലെ.